വയനാട് ടൗൺഷിപ്പിലെ വിള്ളൽ കണ്ടെത്തിയ വീടിന്റെ മേൽക്കൂരയിലെ പാടുകൾ മായ്ച്ച് മന്ത്രി കെ രാജൻ. ദൃശ്യങ്ങളൊന്ന് ആദ്യം കാണാം. എന്തൊക്കെ പ്രഹസനങ്ങളല്ലേ. പുള്ളി കയറി മേളിൽ ചെന്നിട്ട് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് അതിൻ്റെ വിള്ളൽ മാറ്റി കണ്ടോ, തൂത്ത് മാറ്റി. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടോ, ഒരു എളുപ്പമില്ലാതെ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഇത് വിള്ളലല്ലെന്നുള്ള കാര്യത്തിൽ? ഇത് നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ മാത്രമേ ഇവർക്ക് പറ്റത്തുള്ളൂ. ഇതൊക്കെ എന്തെന്നുള്ള ചോദ്യമായിരിക്കും ഇവർക്ക്. കാരണം എന്നാ, കോടികളുടെ പാലം വരെ പൊളിഞ്ഞിട്ട് വീണ്ടും പണിത ടീമുകളാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു CPM വിരോധിയൊന്നും ആയതുകൊണ്ടല്ല വീണ്ടും ഞാനിതൊക്കെ പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ കാട്ടായങ്ങളെ കാണുമ്പോൾ നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ നമ്മളെങ്ങനെ പറയാതിരിക്കും? പുള്ളി എന്തുവാ കാണിക്കുന്നത്? മേളിൽ ചെന്നിട്ട് തൂത്ത് കളയുന്നു. എന്നാൽ പിന്നെ ബബിൾ കോൺ കൊണ്ടുപോയിരുന്നെങ്കിൽ അത് ഒട്ടിച്ചും കൂടെ വെക്കായിരുന്നു. ബാക്കിയൂടെ കേട്ടോണേ പുള്ളിയുടെ പറഞ്ഞ കാര്യങ്ങളെ. എന്തായാലും മന്ത്രി താഴത്ത് പരിശോധിച്ചു, മേൽക്കൂരയിൽ പരിശോധിച്ചു, അതിനുശേഷം മുകളിൽ ടെറസിൽ കയറി അവിടെയും പരിശോധിച്ചു. ഈ രണ്ട് സ്ഥലത്തും വെള്ളം കിരിഞ്ഞിറങ്ങിയതിൻ്റെ പാടുകളും അല്ലെങ്കിൽ അടയാളങ്ങളും അത് അപ്രോക്സി ഉപയോഗിച്ച് മായ്ക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ അല്ലെങ്കിൽ അത് മായ്ക്കുന്നതിൻ്റെ നടപടികളും ഉണ്ടായിട്ടുണ്ട്. മന്ത്രി എന്തായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അക്കാര്യം അദ്ദേഹം തന്നെ അംഗീകരിച്ചു. വെള്ളം കിരിഞ്ഞിറങ്ങി. പക്ഷേ ഉണ്ടായതൊരു വലിയ വിള്ളലൊന്നും അല്ല എന്ന. അത് തന്നെ വലിയ അത്ഭുതമാകട്ടെ. വെള്ളം കിരിഞ്ഞിറങ്ങിയത് കണ്ടിട്ട് ഇത് സമ്മതിച്ചത് തന്നെ വലിയ കാര്യമാണ്. എനിക്കുണ്ട് കുറേ കൂട്ടുകാർ, നമ്മളെന്ത് തെറ്റാണെങ്കിൽ പോലും അതിനെ അവർ സമ്മതിക്കത്തില്ല. അവരിങ്ങനെ അതിനെ ന്യായീകരിക്കും. അതാണ് പാട്. അദ്ദേഹത്തിന്റെ ന്യായീകരണം. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ വീടുകളൊന്നും ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അന്ന് ചടങ്ങ് വെച്ച് നടത്തിയത് പട്ടയം കൊടുക്കുന്ന പരിപാടി മാത്രമാണ്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഇലക്ഷന് മുന്നേ എന്തൊക്കെയായിരുന്നു? അവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട് ദാനം ചെയ്തു LDF ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് അവർ താമസിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞവരുണ്ട്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താ? ഈ പ്രശ്നം വന്നപ്പോൾ ഇതൊന്നും കൊടുത്തിട്ടില്ല, പട്ടയം വിതരണം നടത്തിയുള്ളൂ. ഇതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്. ഇനി ഇവർ പറയുന്നത് എന്താ? ഇത് നടത്താൻ പോകുന്നത് മെയ്യിൽ ഏതോ സമയത്താണെന്നാണ് ഇവർ പറയുന്നത്, ഈ വീടുകൾ ദാനം ചെയ്യാൻ പോകുന്നത്. കാരണം മെയ് 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ മാറിയെങ്കിൽ, ഉറപ്പൊന്നുമില്ല ഇവർ മാറുമെന്നോ പുതിയ ഗവൺമെൻറ് വരുന്നോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മാറുവാണെങ്കിൽ കഴിഞ്ഞല്ലോ, മറ്റൊരു വണ്ടിക്കോട്ട് വെച്ചിട്ട് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആരൊന്നും ചോദിക്കത്തില്ലോ. ഇതാണ് അവസ്ഥ, കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ. നിങ്ങൾ പറ, ഇവരെയൊക്കെ എന്തോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്?